മെമ്മറി മാനേജ്മെൻറ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്താണെന്നും ഈ മെമ്മറി മാനേജ്മെൻറ്റിൽ നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പോയിൻറ്റേഴ്സൊക്കെ കാരണം മെമ്മറിയുടെ പോയിൻ്റർ ഡിലീറ്റായി പോകാതിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കുറച്ച് ഡിസഡ്വാൻറ്റേജസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഗാർബേജ് കളക്ഷൻ കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗാർബേജ് കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോയിൻ്റർ ഇപ്പം ഔട്ട് ഓഫ് സ്കോപ്പിലാണോ അതോ ആ പോയിൻ്റർ ഒബ്ജക്റ്റിൻ്റെ ഡിയലോക്കേറ്റ് ചെയ്ത മെമ്മറിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ പോയിൻ്റർ ഇപ്പോൾ ഔട്ട് ഓഫ് സ്കോപ്പിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർബേജ് കളക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സിയും C++ കമ്പൈലേഴ്സും ഗാർബേജ് കളക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ സെവറൽ പാക്കേജസ് സിയുടെയും C++ൻ്റെയും ഗാർബേജ് കളക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന സെവറൽ പാക്കേജസ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പം സിയിലെ MLOക്കിനെയും C++ൻ്റെ ന്യൂവിൻ്റെയും റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഗാർബേജ് കളക്ഷൻ യൂസ് ചെയ്യുന്നത്. ഗാർബേജ് കളക്ഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ GC എന്ന് നമ്മളതിനെ കോമൺലി പറയും. ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് മെമ്മറി മാനേജ്മെൻറ്റാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഗാർബേജ് കളക്ടർ അല്ലെങ്കിൽ കളക്ടർ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു ഗാർബേജിനെ തിരിച്ചെടുക്കാനായിട്ട്, ഗാർബേജിനെ റീകളക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇപ്പം ആപ്ലിക്കേഷനിൽ ആ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന മെമ്മറീനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഗാർബേജ് കളക്ടൻ ജോൺ MC കാത്തി 1959 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാനുവൽ മെമ്മറി മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർബേജ് കളക്ഷൻ യൂസ് ചെയ്യുന്നത്. ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത് മാനുവൽ മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. കാരണം ഇവിടെ ഒരു പ്രോഗ്രാമർ പറഞ്ഞു കൊടുക്കണം ഏത് ഒബ്ജക്റ്റാണ് ഡിയലോക്കേറ്റ് വിച്ച് ഒബ്ജക്റ്റ് ടു ഡിയലോക്കേറ്റ്, ഏത് ഒബ്ജക്റ്റിനെയാണ് ഡിയലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് പ്രോഗ്രാമർ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ മെമ്മറീനെ മെമ്മറി സിസ്റ്റത്തിലോട്ട് റിട്ടേൺ ചെയ്ത് വയ്ക്കും. ഇപ്പം രണ്ട് അപ്രോച്ചസിൻ്റെ കോമ്പിനേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ ഗാർബേജ് കളക്ഷൻ യൂസ് ചെയ്യുന്നത്. ഗാർബേജ് കളക്ഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് രണ്ടെണ്ണമാണുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഫൈൻഡ് ഡേറ്റ ഒബ്ജക്ട്സ് ഇൻ എ പ്രോഗ്രാം ദാറ്റ് കനോട്ട് ബി ആക്സസ്ഡ് ഇൻ ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഡേറ്റ ഒബ്ജക്ട്സിനെ കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റീക്ലൈം ദ റിസോഴ്സസ് യൂസ്ഡ് ബൈ ദോസ് ഒബ്ജക്ട്സ്. അതായത് അങ്ങനെ ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടാത്ത ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സിൻ്റെ സ്പേസും അതുപോലെ തന്നെ ആ ഒബ്ജക്ട്സിൻ്റെ റിസോഴ്സസ്, ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന റിസോഴ്സസിനെയും തിരിച്ചെടുക്കുക. ഓക്കെ, മാനുവൽ മെമ്മറി ഡിയലോക്കേഷൻ എന്താണ്? അൺനെസസറി, അതായത് നമ്മളിപ്പം യൂസ് ചെയ്യുന്നില്ല. അപ്പം ഗാർബേജ് കളക്ഷൻ ദെൻ മാനുവൽ മെമ്മറി ഡിയലോക്കേഷന് പകരം നമ്മൾ എന്താണ് ഇപ്പം യൂസ് ചെയ്യുന്നത്? അപ്പം ഗാർബേജ് കളക്ഷൻ യൂസ് ചെയ്യുന്നത് വഴി പ്രോഗ്രാമറിന് വറി ചെയ്യേണ്ട ഒബ്ജക്റ്റ് റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഇപ്പം ഇനി ഉപയോഗിക്കാത്ത ഒബ്ജക്ട്സിനെ റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ച് പ്രോഗ്രാമർ ബോദർ ചെയ്യേണ്ട. ഇനി മാനുവലായിട്ട് ചെയ്യുമ്പോൾ അത് പ്രോഗ്രാമറിൻ്റെ ജോബിൽ വരുന്നതാണല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഒരുപാട് ഡിസൈനിങ് എഫേർട്ട് വേണ്ട ഒരു ജോലിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്ലാസ് ഓഫ് റൺ ടൈമിൽ ഉണ്ടാവുന്ന ഒരുപാട് എറേഴ്സിനെ ഈ ഗാർബേജ് കളക്ഷൻ പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിനെ നമുക്ക് സ്റ്റേബിളാക്കി വെക്കാനായിട്ട് പറ്റും. പ്രോഗ്രാം സ്റ്റേബിളായിരിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡാംഗ്ലിംഗ് പോയിൻ്റർ എറർ എന്ന് പറയുന്നൊരു എററുണ്ട്. ഡാംഗ്ലിംഗ് പോയിൻ്റർ എറർ എന്ന് പറയുന്നത് ഡാംഗ്ലിംഗ് പോയിൻ്റർ എറർ ഒരു റൺ ടൈമിൽ വരുന്നൊരു എററാണ്. ഈ എറർ ഗാർബേജ് കളക്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഡാംഗ്ലിംഗ് പോയിൻ്റർ എറർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ മെമ്മറിയിൽ ഒരു പോയിൻ്റർ, നമ്മളിപ്പോൾ ഒരു മെമ്മറീനെ അലോക്കേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പോയിൻ്റർ ആ മെമ്മറീനെ പോയിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ ആ മെമ്മറീനെ നമ്മുടെ മെമ്മറി യൂസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രീ ചെയ്ത് ആ സ്പേസിനെ ഫ്രീ ആക്കി കളഞ്ഞാലും ആ പോയിൻ്റർ അവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ അങ്ങനെ പിന്നെ നമ്മൾ ആ മെമ്മറി യൂസ് ചെയ്യുമ്പോൾ പിന്നെയും ഒരു പോയിൻ്റർ അവിടെ വരുമെന്ന് പറഞ്ഞു. സോ
ഇങ്ങനെ വരുന്ന കേസിലാണ് ഒരു ഡാംഗ്ലിംഗ് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് സ്റ്റോറേജ് വയലേഷൻ എറർ കോസ് ചെയ്യും. ദെൻ ഇങ്ങനെ എറേഴ്സ് വരുവാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടുമായിരിക്കും. സോ ഇങ്ങനെയുള്ള എറേഴ്സിനെയാണ് ഡാംഗ്ലിംഗ് പോയിൻ്റർ എറേഴ്സ് എന്ന് പറയുന്നത്. ഡാംഗ്ലിംഗ് പോയിൻ്റർ എറർ ഗാർബേജ് കളക്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ ഒരുപാട് കമ്പ്യൂട്ടർ ലാംഗ്വേജസിനും ഗാർബേജ് കളക്ഷൻ്റെ ആവശ്യമുണ്ട്. ഒന്നെങ്കിൽ അത് ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ്റെ പാർട്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരുപാട് കമ്പ്യൂട്ടർ ലാംഗ്വേജസിന് ഗാർബേജ് കളക്ഷൻ വേണം. ദെൻ ഇങ്ങനെയുള്ള ലാംഗ്വേജസിനെയാണ് ഗാർബേജ് കളക്റ്റഡ് ലാംഗ്വേജസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഗാർബേജ് കളക്ഷൻ റിക്വയർ ചെയ്യുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്തിനു വേണ്ടി, ലാംഗ്വേജ് സ്പെസിഫിക്കേഷന് വേണ്ടിയോ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയോ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയോ ഗാർബേജ് കളക്ഷൻ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം ലാംഗ്വേജസിനെയാണ് നമ്മൾ ഗാർബേജ് കളക്റ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ദെൻ വേറെ പ്രോഗ്രാംസ് അതുപോലെ തന്നെ മാനുവൽ മെമ്മറി മാനേജ്മെൻറ്റിൽ ഉള്ള പ്രോഗ്രാംസും ഉണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ C++ ആണ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ. പക്ഷേങ്കിൽ അവർക്ക് മാനുവലി മെമ്മറി മാനേജ്മെൻ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എങ്കിലും ഗാർബേജ് കളക്റ്റഡ് ഇംപ്ലിമെൻറ്റേഷൻസ് അവർക്ക് അവൈലബിൾ ആണ്. ദെൻ അഡ, മൊഡ്യൂൾ 3, C++, CLI പോലെയുള്ള ലാംഗ്വേജസിൽ ഗാർബേജ് കളക്ഷനും അതുപോലെ തന്നെ മാനുവൽ മെമ്മറി മാനേജ്മെൻറ്റും രണ്ടും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഹീപ്പുകളിലായിട്ട് രണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ ഗാർബേജ് കളക്ഷൻസ് എപ്പോഴും മെമ്മറി അലോക്കേറ്ററുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഗാർബേജ് കളക്ടറും മെമ്മറി അലോക്കേറ്ററും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമറിനെ മാനുവൽ ഡീലിംഗ്, മെമ്മറി അലോക്കേഷൻ്റെയും ഡി അലോക്കേഷൻ്റെയും മാനുവൽ ഡീലിംഗ്, അതായത് ഒരു മനുഷ്യനായിട്ട് ഡീല് ചെയ്യുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അത് ആ ഒരു ജോബ് ബേൺ അവരിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഓഫ് ബഗ്സ് ഇവർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, ഡാംഗ്ലിംഗ് പോയിൻ്റർ ബഗ്സ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്, ഒരു മെമ്മറിയെ ഫ്രീ ചെയ്യുമ്പോഴത്തേക്കും അവിടെ പോയിൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ആ പോയിൻ്റർ അവിടെ പോയിൻ്റർ ഉണ്ടാവും, പിന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും പോയിൻറ്റേഴ്സ് വരും. ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ വരുന്ന എറേഴ്സാണ് ഡാംഗ്ലിംഗ് പോയിൻ്റർ എറേഴ്സ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഡബിൾ ഫ്രീ ബഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും which occur when the programmer attempts to free a region of memory that is already free. അതായത് മെമ്മറി ഓൾറെഡി ഫ്രീ ചെയ്തതാണ്, ആ മെമ്മറീനെ പിന്നെയും ഫ്രീ ആക്കാൻ, ആ സ്പേസ് പിന്നെയും ഫ്രീ ആക്കാൻ പ്രോഗ്രാമർ നോക്കുക. അങ്ങനെ വരുന്ന കേസിലാണ് ഡബിൾ ഫ്രീ ബഗ്സ് വരുന്നത്. ദെൻ സർട്ടൻ കൈൻഡ്സ് ഓഫ് മെമ്മറി ലീക്സ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ വിച്ച് എ പ്രോഗ്രാമർ ഫെയിൽസ് ടു ഫ്രീ മെമ്മറി ദാറ്റ് ഇസ് നോ ലോങ്ങർ റെഫേർഡ് ബൈ എനി വേരിയബിൾ ലീഡിങ് ഓവർ ടൈം ഓർ ടു മെമ്മറി എക്സ്കർഷൻ. അതായത് പ്രോഗ്രാമർ എന്താണ്, ഒരു മെമ്മറീനെ ഫ്രീ ചെയ്യാൻ നോക്കുകയാണ്, പക്ഷേങ്കിൽ ഒരു വേരിയബിളും ആ മെമ്മറീനെ റെഫർ ചെയ്യുന്നില്ല. ഒരു വേരിയബിളും റെഫർ ചെയ്യുന്നില്ലാത്ത ഒരു മെമ്മറി സ്പേസിനെ പ്രോഗ്രാമർ ഫ്രീ ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെയുള്ള കേസിലാണ് മെമ്മറി ലീക്ക് വരുന്നത്. ദെൻ ഇവിടെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ മെമ്മറി ലോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിസിക്കൽ മെമ്മറി ലോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോയിൻ്റർ ആ അലോക്കേറ്റഡ് മെമ്മറിയുടെ പോയിൻ്റർ റിമൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ മെമ്മറി ഫ്രീ ചെയ്തിട്ടില്ല. മെമ്മറീനെ ഫ്രീ ആക്കിയിട്ടില്ല, ബട്ട് പോയിൻ്ററിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വണ്ണാണ്, അതാണ് ഫിസിക്കൽ മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. എപ്പോഴാണ് വരുന്നത്, പോയിൻ്ററിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ മെമ്മറീനെ റിമൂവ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കേസിലാണ് ഫിസിക്കൽ മെമ്മറി ലീക്ക് വരുന്നത്. ലോജിക്കൽ മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു റീജിയണ് ഒരു റീജിയനെ റെഫർ ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ ആ റീജിയണ് യൂസ് ചെയ്യുന്നേയില്ല. അങ്ങനെയുള്ള കേസിലാണ് ലോജിക്കൽ മെമ്മറി ലീക്ക് വരുന്നത്. അപ്പം ഈ ലോജിക്കൽ മെമ്മറി ലീക്കിനെ സോൾവ് ചെയ്യാനായിട്ട് ഗാർബേജ് കളക്ഷന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. സോ ലോജിക്കൽ മെമ്മറി ലീക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി ഈ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു, ഗാർബേജ് കളക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. 2 ഡിസഡ്വാൻറ്റേജസ് ആണ് മെയിൻലി വരുന്നത്. ഫസ്റ്റ്ലി, the penalty for the convenience of not having to perform manual memory management is overhead. അതായത് മാനുവൽ മെമ്മറി മാനേജ്മെൻറ്റ് മാനുവലി ചെയ്യണ്ടല്ലോ, അപ്പം എന്താണ് കൺവീനിയൻസ്ലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓവർഹെഡ് പ്രോസസ്സാണ്. ദെൻ
സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പോയിൻറ്റ് വെൻ ഗാർബേജ് ഈസ് ആക്ച്വലി കളക്റ്റഡ് ക്യാൻ ബി അൺപ്രഡിക്റ്റബിൾ. അതായത് ഗാർബേജ് എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ അത് ഒരു ഡിലേസിന് കാരണമാവും. ഓരോ സെഷൻസിൻ്റെയും ഡിലേസിന് കാരണമാവും. ഡിവൈസ് ഡ്രൈവേഴ്സ് പോലുള്ള റിയൽ ടൈം എൻവയോൺമെൻറ്റ്സിൻ്റെ പ്രൊഹിബിഷന് അത് കാരണമാകും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഗാർബേജ് കളക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാർബേജ് കളക്ഷൻസ് ഉണ്ട്. മാർക്ക് ആൻഡ് സ്വീപ്പ് ഗാർബേജ് കളക്ഷനുണ്ട്, സ്റ്റോപ്പ് ആൻഡ് കോപ്പി ഗാർബേജ് കളക്ഷനുണ്ട്, ദെൻ കോമ്പാക്ഷൻ ആൻഡ് ഗാർബേജ് കളക്ഷനുണ്ട്. അതാണ് ഗാർബേജ് കളക്ഷൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്.